ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേരും. അതിന്റെ ഭാഗമായി ഇരുവരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. വിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചേക്കും. അതിന് മുന്നോടിയായി വിനേഷ് റെയിൽവേയിലെ ജോലി രാജിവെച്ചു. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഇനി കൈകൊടുത്ത് അടുത്ത ഗോതയിലേക്ക് ഇറങ്ങുകയാണ് കോൺഗ്രസിന് വേണ്ടി ഇനിയുള്ള കാലം. പ്രധാനപ്പെട്ട രണ്ട് ഗുസ്തി താരങ്ങൾ കൂടിക്കാഴ്ചയ്ക്ക് ഏത് നിലയ്ക്കാണ് നടക്കുന്നത്? എപ്പോൾ ഔദ്യോഗികമായി അംഗത്വം സ്വീകരിക്കും അർജുൻ? പ്രതീക്ഷ കൂടിക്കാഴ്ച അവസാനിച്ചിട്ടുണ്ട്. നിലവിൽ ബജ്രംഗ് പൂനിയയും വിനേഷ് ഫോഗട്ടും കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവർക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ വാർത്താ സമ്മേളനം നടത്തുന്ന ഹാളിലേക്ക് ഇവരെല്ലാവരും എത്തി ഔദ്യോഗികമായി തന്നെ ഈ അംഗത്വം സ്വീകരിക്കും. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസ് അംഗങ്ങളായി മാറും എന്നുള്ള ഒരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഗുസ്തി താരങ്ങൾ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവസാനവട്ട കൂടിക്കാഴ്ച കൂടി സംസാരം കൂടിയാണ് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുറിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവർ ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ഹാളിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. വേദി ഒരുങ്ങി കഴിഞ്ഞിട്ട് എന്തായാലും ഈ ഗുസ്തി താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എന്തായാലും ഇവർ കോൺഗ്രസിൽ ഒരു അംഗത്വം എടുക്കുകയായിരിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരുപക്ഷെ ഹരിയാനയിലെ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വരുമെന്നുള്ള ഒരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ വിനേഷ് ഫോഗട്ടിന്റെ പേരും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. ബജ്രംഗ് പൂനിയ ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കി പ്രചാരണത്തിൽ കൂടുതൽ ശക്തി പകരാൻ മറ്റൊരു ഗുസ്തി താരവും അതുപോലെ തന്നെ വിനേഷിന്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള ബജ്രംഗ് പൂനിയ ആ ക്യാമ്പയിനുകൾക്കും പ്രചാരണ രംഗങ്ങൾക്കും എല്ലാം തന്നെ നേതൃത്വം വഹിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. വിനേഷ് ഫോഗട്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ മത്സരിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ നിന്നായിരിക്കും മിക്കവാറും വിനേഷ് ഫോഗട്ട് മത്സരിക്കുക. എന്നാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമുണ്ടാവും. അല്പസമയത്തിനകം തന്നെ വിനേഷ് ഫോഗട്ടും അതുപോലെ തന്നെ ബജ്രംഗ് പൂനിയയും കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അംഗത്വം എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നേരത്തെ വലിയ രീതിയിൽ ഈ ഗുസ്തി താരങ്ങളുടെ സമരം തൊട്ട് തന്നെ ബി.ജെ.പിക്കെതിരെയുള്ള ആരോപണങ്ങൾ, ബി.ജെ.പിക്കെതിരെയുള്ള പോരാട്ടം അതെല്ലാം തുടർന്ന് വന്നിരുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന മൂന്ന് താരങ്ങളാണ്. ഒന്ന് സാക്ഷി മാലിക്, അതുപോലെ തന്നെ ബജ്രംഗ് പൂനിയയും വിനേഷ് ഫോഗട്ടും എന്ന് പറയുന്നത്. ഇന്ന് ഈ ഔദ്യോഗികമായി തന്നെ ഈ പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കും എന്നുള്ള കാര്യം തീരുമാനമായതോടെ അതിൽ സാക്ഷി മാലിക്കിന്റെ പ്രതികരണം വന്നത് അത് മറ്റു താരങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതിൽ മറ്റൊരു മറുപടി പറയാനായിട്ടോ കൂടുതൽ വിശദീകരണം നടത്താനായിട്ടോ ഒന്നും തന്നെ സാക്ഷി മാലിക് എന്തായാലും മുതിർന്നിട്ടില്ല. ഈ രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുൻപ് ഈ ബജ്രംഗ് പൂനിയയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടും കേന്ദ്ര റെയിൽവേയിൽ ജീവനക്കാരാണ്, ഉദ്യോഗസ്ഥരാണ്. അല്പസമയത്തിനകം വിനേഷും ബജ്രംഗ് പൂനിയയും എത്തും. അപ്പോൾ അവരുടെ പ്രതികരണം അടക്കം നമുക്ക് തേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.